Meet the editors. മോദി ഉറപ്പിച്ചു എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇനി 57 മണ്ഡലങ്ങൾ മാത്രമേ പോളിംഗിന് പോകാനുള്ളൂ. കൃത്യം ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഫലം വരും. രാജ്യത്തിൻ്റെ വിധി എന്താണെന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പറയും. മോദി ധ്യാനത്തിലിരിക്കാൻ പോവുകയാണ്. ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണോ മോദിയുടെ ഈ ധ്യാനയാത്ര? ഈ നരേന്ദ്രമോദി ഉറപ്പിച്ചോ എന്നാണല്ലോ നമ്മുടെ ചോദ്യം. നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് 5ാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹത്തെ തന്നെ ദൈവത്തിൻ്റെ അവതാരമായി പ്രഖ്യാപിച്ചത്. അത് അങ്ങേയറ്റം ആത്മവിശ്വാസക്കുറവുള്ള ഒരാൾ നടത്തുന്ന പ്രസ്താവനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലേക്ക് പോകുന്നു. നമുക്ക് നേരത്തെ അറിയാലോ, 2019 മെയ്യിലും ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ചിട്ട് കേദാർനാഥിൽ, ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ ഗുഹയിൽ പോയി അദ്ദേഹം ഒരു ദിവസം ധ്യാനം വരുന്നു. ഇപ്പോൾ അത് വലിയ ടൂറിസം സ്പോട്ടാണ്. ആ അർത്ഥത്തിലൊരു വികാസം അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം ധ്യാനത്തിന് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് താനെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് ഒരാൾ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ അദ്ദേഹത്തെ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരമായി പ്രഖ്യാപിക്കുന്നത്? നോക്കൂ, അദ്ദേഹത്തിനൊരു ലെജിറ്റിമസി ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും തന്നെ ജനങ്ങളോട് പറയാൻ കഴിയാതൊരു സാഹചര്യം ഉണ്ടാകുന്നു. അഥവാ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമായി NDAയും BJPയും മാറിയിരിക്കുന്നു. ഇവിടെ പിന്നെ ജനങ്ങളുടെ നിത്യജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് തികച്ചും നോർമലായൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഒരു തരംഗവുമില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഒരു അതിവൈകാരികതയുടെയും അന്തരീക്ഷമില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യും. ആ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്താൽ സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാർ പിന്നെ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ലല്ലോ. അങ്ങനെയാണല്ലോ സംഭവിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പരാജയ ഭീതി മുന്നിൽ കാണുന്ന നരേന്ദ്രമോദി തന്നെ ദൈവമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരമായി പ്രതിഷ്ഠിക്കുകയാണ്. നോക്കൂ, ഇത് ഇപ്പോൾ ആരംഭിച്ചൊരു പ്രക്രിയയല്ല. നമുക്കറിയാമല്ലോ, 2018 വെങ്കയ്യ നായിഡുവാണ് ആദ്യമായിട്ട് മോദി ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് പാർലമെൻറ്റിൽ പറയുന്നത്. അന്ന് അദ്ദേഹം പാർലമെൻ്ററി കാര്യമന്ത്രിയായിരുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് ഇതുപോലുള്ള വാഴ്ത്തുപ്പാട്ടുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. 2020 മേഘാലയ ഗവർണറായിരുന്ന തഥാഗത് റോയ് പറഞ്ഞത് കൃഷ്ണൻ്റെ അവതാരമാണ് നരേന്ദ്രമോദി എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒറീഷയിലെ പുരിയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സംബിത് പാത്ര, BJPയുടെ വക്താവാണ്, അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ അവതാരമാണ്. ഒരു പടി കൂടി കടന്നിട്ട് ലോർഡ് ജഗന്നാഥ, പുരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത്, അവിടുത്തെ ജഗന്നാഥൻ എന്ന് പറയുന്ന ദൈവം പോലും മോഡിയുടെ ഭക്തനാണ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ദൈവത്തിനും മീതെ പ്രതിഷ്ഠിച്ചു സംബിത് പാത്ര. ഈ രീതിയിൽ മുൻകാലങ്ങളിൽ നിന്ന് തന്നെ ഈ പറയുന്ന ദൈവമായി പ്രഖ്യാപിക്കാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായി കാണിക്കാനുള്ള, മോദിയെ അവതരിപ്പിക്കാനുള്ള ശ്രമം BJPയിൽ പല നേതാക്കൾ പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. അതൊന്നും മോദി ഏറ്റുപറഞ്ഞിട്ടില്ല. പക്ഷേ മോദി അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്താ പറ്റിയത്? മോദി തന്നെ നേരിട്ട് വന്നിട്ട് ഇത് പറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൂചനകളും മോദി നൽകിയിരുന്നു കേട്ടോ. ഇപ്പോൾ പാർലമെൻറ്റിൽ ചെങ്കോല് പ്രതിഷ്ഠിച്ചത് ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. പ്രാണപ്രതിഷ്ഠ നടത്തിയതാരാണ്? നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദികരായിട്ടുള്ള ശങ്കരാചാര്യന്മാർ പറഞ്ഞത് എന്താണ്? ഒരു ആചാര രീതികളും പിന്നെ പാലിക്കാതെ, വൈദികമായിട്ടുള്ള ആചാരക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാതെ ശങ്കരാചാര്യന്മാർ മാറി നിന്നിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ നടത്താൻ താൻ യോഗ്യനാണ് എന്ന് നരേന്ദ്രമോദി വിചാരിക്കുന്നത്? രാംലല്ല എന്നാണല്ലോ അവിടുത്തെ വിഗ്രഹത്തിൻ്റെ പേര്. അതായത് ഈ കുട്ടിരാമനാണ്, ഈ രാമൻ്റെ ബാല്യകാലത്തിലുള്ള ഒരു വിഗ്രഹമാണത്. അപ്പോൾ അവിടെ അദ്ദേഹം പോയിട്ട് അത് പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ അത് കഴിയും മൂപ്പർക്ക്, അങ്ങനെയാണ്. എന്നിട്ട് അവിടെ പ്രസംഗിക്കുകയാണ് അദ്ദേഹം. ഇനിയിപ്പോൾ 10 വർഷത്തേക്കോ 100 വർഷത്തേക്കോ അല്ല, ഈ രാജ്യം 1000 വർഷങ്ങൾ ശോഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ 1000 വർഷം എന്നൊക്കെ പറഞ്ഞ ഒരു യുഗമാണല്ലോ. അപ്പം ഇത് ഈ ഒരു അവതാര പുരുഷനായി വന്ന് ഈ പ്രാണപ്രതിഷ്ഠ നടത്തി അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടോ ദൈവം തന്നെയായിട്ടോ ഒക്കെ പ്രഖ്യാപിക്കുന്നത് പല രീതികളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2014 തന്നെ നമോ എന്നൊരു വാക്ക് കൊണ്ടുവന്നിരുന്നു. നരേന്ദ്രമോദിയുടെ ചെറിയ ഫോമാണ് നമോ എന്ന് പറഞ്ഞാലും നമോ ഒരു തൊഴിലിൻ്റെയൊക്കെ നമസ്കാരത്തിൻ്റെ ഒരു രൂപം കൂടിയാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ, പക്ഷേ ഇതിൻ്റെ അപകടം എവിടെയാണ് നിൽക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഒരു ദൈവമായി കാണുകയോ ദൈവമായി പ്രഖ്യാപിക്കുകയോ ചെയ്താൽ പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഡിസൈപ്പിൾസേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്തന്മാരാണുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ BJP എന്ന് പറഞ്ഞാൽ മോദി ഭക്തന്മാരുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. BJPക്ക് അങ്ങനെ സംഭവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഭാവിയിലൊരു കുഴപ്പമുണ്ട്. BJP ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് BJP അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതല്ല. കാരണം എന്ന് വെച്ചാൽ ഈ നരേന്ദ്രമോദി എക്കാലവും BJP അങ്ങോട്ട് നയിക്കാൻ പോകുന്നില്ലല്ലോ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മുടെയൊക്കെ ജീവിതം നശ്വരവുമാണ്. ആബ്സെൻസ് ഓഫ് നരേന്ദ്രമോദി ഈ ഓർഗനൈസേഷനിൽ സംഭവിക്കുന്നൊരു പ്രശ്നമുണ്ട്. അതൊരു വലിയ ശൂന്യത ഉണ്ടാക്കും. അത് BJP ആലോചിക്കേണ്ട കാര്യമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി തന്നെ ദൈവമായിട്ട് അവതരിപ്പിച്ചാൽ പിന്നെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളെന്ന് പറയുന്ന പൗരന്മാരില്ല.
പിന്നെ ഭക്തന്മാരേ ഉള്ളൂ. അപ്പോൾ ഒരു ദൈവം ഭരിക്കുന്ന രാഷ്ട്രത്തിലാണ് നമ്മളൊക്കെ ഇനിയിപ്പം ജീവിക്കാൻ പോകുന്നത്. ഏതെങ്കിലും കാരണവശാൽ നരേന്ദ്രമോദിക്ക് ഇനി അധികാര തുടർച്ചയുണ്ടായാൽ ഈ രാജ്യം എത്ര അപകടകരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഒരു ദൈവം ഭരിക്കുന്ന രാജ്യമായിട്ട് ഇത് മാറുകയാണേ. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ നരേന്ദ്രമോദി സ്വയം അങ്ങ് വിചാരിക്കുകയാണ് താൻ ദൈവമാണ്, തനിക്ക് ദൈവികമായ ശക്തി. അങ്ങനെയൊക്കെ ഒരു ഭരണാധികാരി പറഞ്ഞു തുടങ്ങിയുള്ള കുഴപ്പം എന്താണെന്ന് അറിയാവോ? പിന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ആരോടും വിശദീകരിക്കേണ്ട. കാരണം ദൈവത്തിൻ്റെ ദൂതനായിട്ട് വന്നിട്ട് ദൈവത്തിൻ്റെ മിഷൻ നടപ്പാക്കുന്ന ഒരാളാണ്. ഒരു കാര്യവും പിന്നെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട. കാരണം അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഓരോ കാര്യവും ചെയ്യുമ്പോഴും ഐ ബിലീവ് ദാറ്റ് ദ ഗോഡ് ഈസ് ഗൈഡിങ് മീ എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ കാര്യം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ദൈവമാണ് എന്നാണ്. ഒരു കോടതിയിലും പിന്നെ ചോദ്യം ചെയ്യപ്പെടത്തില്ല കേട്ടോ. ഈ ഗോഡ്മാൻമാരുടെ ഒരു സവിശേഷത എന്താണെന്നറിയാമോ? നിങ്ങൾക്കൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും അവരെ പോയി പിടിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ചിട്ട് കഴിയത്തില്ല. ഇപ്പോൾ 2004 ഈ ശങ്കരരാമൻ വധക്കേസ് ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ. അന്നാണ് ശങ്കരാചാര്യർ ജയേന്ദ്ര സരസ്വതിക്കെതിരായിട്ട് അറസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഗോഡ്മാൻ പിടിക്കപ്പെടും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വൈദിക പിന്നെ മഹാത്മാവായിട്ടുള്ള ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ പിന്നെയുള്ളത് ഈ ദേറാ സച്ച സൗദയുടെ പിന്നെ ഈ റാം റഹ്മാൻ അല്ലേ, റഹ്മാനെ ഒരു റേപ്പ് മർഡർ കേസിൽ കൺവിക്ട് ചെയ്തു CBI കോടതി. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ചോദ്യം ചെയ്യാനോ ഒരു അന്വേഷണം നടത്താനോ ഒന്നും കഴിയില്ല. ഇന്നിപ്പം രാഹുൽ ഗാന്ധി രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും പുതിയൊരു സർക്കാർ വരും, ആ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഒക്കെ അന്വേഷണം ഉണ്ടാകും. അങ്ങനെ അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഈ ഞാൻ ചെയ്തതെല്ലാം ദൈവത്തിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി ശ്രമം നടത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ദുർബലനായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2014 2019 കണ്ടൊരു നരേന്ദ്രമോദിയല്ല 2024 നമ്മൾ കാണുന്നത്. അങ്ങേയറ്റം ദുർബലനായൊരു നേതാവാണ്. കാരണം അദ്ദേഹം ഒരു വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് 1-2 ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി ഏറ്റവും മോശപ്പെട്ട രീതിയിലല്ലേ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ്. ഇന്ന് നോക്കൂ, പബ്ലിക് വർക്ക്സ് നടത്തുമ്പോൾ അതിന് പോലും ഒരു പാലം കെട്ടണമെങ്കിൽ അവിടെ പോലും ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കും എന്നൊക്കെയുള്ള പച്ച നുണകൾ പറയുന്ന രീതിയിലേക്ക്, മുജറാ നൃത്തം കളിക്കുന്നവരാണിവർ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി ഒരിക്കലും ഈ 2014 2019 ആ രീതിയിലൊന്നും പ്രസംഗിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ 2024 വരുമ്പോൾ അങ്ങേയറ്റം അദ്ദേഹം ദുർബലനായിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നരേന്ദ്രമോദിയെ ദൈവമാക്കുന്ന BJP ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. BJPയുടെ ടവറിംഗ് ആയിട്ടുള്ള നേതാക്കളെക്കാലവും അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയുമായിരുന്നു. അവരെങ്ങനെയാണ് ആ ഓർഗനൈസേഷനെ കെട്ടിപ്പടുത്തിട്ടുള്ളത്? നിങ്ങളൊന്ന് നോക്കിയാൽ ഉത്തർപ്രദേശിലേക്ക് പോയാൽ കല്യാൺ സിംഗിനെ പോലൊരു നേതാവ് ഉണ്ടായിരുന്നു. അയാൾ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാകട്ടോ. അതേപോലെ തന്നെ രാജ്നാഥ് സിംഗിനെ പോലെ മുന്നോക്ക സമുദായത്തിൽ നിന്നുള്ള നേതാക്കളുണ്ടായിരുന്നു. കൽരാജ് മിശ്രയെ പോലുള്ള നേതാക്കളുണ്ടായിരുന്നു. രാജസ്ഥാനിലേക്ക് വന്നാൽ ഭൈരോൺ സിംഗ് ഷെഖാവത്തിനെ പോലെ തലയെടുപ്പുള്ള നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഉപരാഷ്ട്രപതിയായ ആളാണ്. അതേപോലെ തന്നെ വസുന്ധര രാജെ സിന്ധ്യയെ പോലുള്ള നേതാവ് ഉണ്ടായിരുന്നു. ബീഹാറിലേക്ക് വന്നാൽ സുശീൽ കുമാർ മോഡി, അടുത്തിടെ അന്തരിച്ച സുശീൽ കുമാർ മോഡി, അതുപോലെ തന്നെ യശ്വന്ത് സിൻഹയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ടായിരുന്നു. ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഗുജറാത്തിൽ കേശുഭായ് പട്ടേലിനെ പോലെ, സുരേഷ് മെഹ്തയെ പോലെ വലിയ നേതാക്കളുണ്ടായിരുന്നു. മധ്യപ്രദേശിലെ ഉമാഭാരതി, ഗോവിന്ദാചാര്യ, അതേപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ, രാജമാതാ വിജയരാജ സിന്ധ്യ, ഇങ്ങനെയൊക്കെയുള്ള നേതാക്കളുണ്ടായിരുന്നു. തെക്കേ ഇന്ത്യയിലേക്ക് വന്നാലോ ഇപ്പോൾ വെങ്കയ്യ നായിഡുവിനെ പോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വളരെ കരുത്തനായ നേതാവ് ഉണ്ടായിരുന്നു. ജനാകൃഷ്ണമൂർത്തിയെ പോലെ തമിഴ്നാട്ടിൽ നിന്ന് നേതാക്കളുണ്ടായിരുന്നു. യെദ്യൂരപ്പയെ പോലെ കർണാടകയിൽ നിന്ന് നേതാക്കളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വലിയ നേതൃനിര ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, കേരളത്തിലെ സാഹചര്യം വിഭിന്നമാണ്. കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ BJPയുടെ കംപ്ലീറ്റ് പോസ്റ്ററുകളിൽ ആരാ ഉള്ളതെന്നറിയാമോ? ഒറ്റയാളേ ഉള്ളൂ, മോദി. സഫോക്കേറ്റിംഗ് പേഴ്സണാലിറ്റി കൾട്ടിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. ഒരു മോഡി കൾട്ട് മാത്രമാണ്. ഉത്തർപ്രദേശിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും വലിയ വോട്ട് ക്യാച്ചറാണെന്ന് ഈ പറയുന്ന യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിൻ്റെ പടമൊക്കെ വളരെ ചെറുതാണ്. മോഡി എവിടുത്തെയും പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോഡി എല്ലായിടത്തും പോയി, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോയി മോഡി പ്രസംഗിക്കുന്നത് മോഡിക്ക് വോട്ട് ചെയ്യാനാണ്. ഈ മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന ഈ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു പൂർ ഗൈയാണ്. അയാളുടെ പേരിനൊരു പ്രസക്തിയില്ല, ആ വ്യക്തിക്കൊരു പ്രസക്തിയില്ല എന്ന് മാത്രമല്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ബസ്തിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്കർമ്മങ്ങൾക്കാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്നാണ് പ്രസംഗിച്ചിരിക്കുന്നത്. അതായത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആൾ വോട്ട് ചെയ്താൽ അയാൾക്ക് പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പുണ്യം കിട്ടുന്നത്? ദൈവം തന്നെയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ അത് പുണ്യപ്രവൃത്തിയായി മാറുന്നു എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, അങ്ങേയറ്റം ദുർബലനായ ഒരു നരേന്ദ്രമോദിയെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നുവെന്ന്. യാതൊരു ഉറപ്പുമില്ല തിരിച്ചു വരാൻ കഴിയുമെന്ന്. 400 സീറ്റ് എന്ന സ്വപ്നം പണ്ടേ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയെങ്കിലും കടന്നുകൂടിയാൽ മതി എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കൈവിട്ട എല്ലാ കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സ്വയം ദൈവമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ദൈവത്തെ രാജ്യം വീണ്ടും
വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ നമ്മളുടെ രാജ്യമെന്ന് പറയുന്നത് ദൈവമായ നരേന്ദ്രമോദിയും അയാളെ പിന്തുണയ്ക്കുന്നവരും പിന്തുടരുന്നതുമായ ഭക്തരുടെ ഒരു രാജ്യമായി മാറും. അങ്ങനെ ഒരു രാജ്യം വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് വളരെ ഡൈനമിക്കാണ്. അത് ഏതൊക്കെ സമയത്ത് ഉയർന്നു പ്രവർത്തിക്കണമോ ആ സമയത്തെല്ലാം ഉയർന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരം ഒരു ഉയർന്ന പ്രവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മോദി ഒരു കാര്യവും ഉറപ്പിച്ചിട്ടില്ല എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് തുടരാം. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. മോദി ഉറപ്പിച്ചോ എന്നാണ് ചോദ്യം. മോദി ഉറപ്പിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, കണക്കുകൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ 12 സംസ്ഥാനങ്ങൾ BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട്. 4 സംസ്ഥാനങ്ങളിൽ BJP NDA സഖ്യകക്ഷികളായി അലയൻസിലാണ് ഭരിക്കുന്നത്. മൊത്തം പോപ്പുലേഷൻ നോക്കിയാൽ 51% BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ജീവിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ. അതായത് ഈ വോട്ട് ചെയ്യാൻ പോകുന്നതിൽ 51% വരുന്നത് BJPയോ BJPയുടെ സഖ്യകക്ഷികളോ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ഭരണത്തിന് കീഴിലുള്ള വോട്ടർമാരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കണക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ 6 ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും ഒരു കോൾഡ് വേവ് ആണുള്ളത് എന്നാണ്, ഒരു ഹോട്ട് വേവിന് പകരം. ആ കോൾഡ് വേവിൻ്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം വോട്ടർമാർക്കില്ലാതെ പോകുന്നത് നിരീക്ഷകർ പറയുന്നത് പോലെ ഒരു ആൻറ്റി ഇൻകുംബൻസി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻറ്റി ഇൻകുംബൻസി ഉണ്ട് എന്നാണ് നമ്മൾ അസംഷനിലേക്ക് എത്തുന്നതെങ്കിൽ, അസംഷൻ എ, ഒരു ആൻറ്റി ഇൻകുംബൻസി അഥവാ ഭരണവിരുദ്ധ വികാരം ഇന്ത്യയിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അത് സംസ്ഥാന സർക്കാരിനോടുള്ള ഭരണവിരുദ്ധമാണോ അതല്ല കേന്ദ്ര സർക്കാരിനോടുള്ള ഭരണവിരുദ്ധം? വളരെ പ്രധാനമാണത്. അപ്പോൾ ആൻറ്റി ഇൻകുംബൻസി സംസ്ഥാന സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ 51% വോട്ടർമാരും നിൽക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. സംസ്ഥാന ഭരണം ബാധ്യതയാവും. എക്സാക്ട്ലി. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൽ തൃപ്തരല്ലാത്ത വോട്ടർമാർ വീണ്ടും BJP എന്ന പാർട്ടിക്കോ NDA മുന്നണിയിലെ സഖ്യകക്ഷിക്കോ വോട്ട് രേഖപ്പെടുത്തുമെന്ന് കരുതുക വയ്യ. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ഇനി കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഭരണവിരുദ്ധ വികാരമെങ്കിലോ ദാറ്റ്സ് എക്സ്പ്ലിസിറ്റ്. വളരെ കൃത്യമായി വോട്ട് BJPക്കെതിരെയായിരിക്കും, ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് കണക്ക് പ്രകാരം ഞാൻ പറയുന്നത്. ഇനി ഇതിനു പിന്നിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർമാരുമായി സംസാരിച്ച് വിവിധ മാഗസിനുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ജേർണലിസ്റ്റിക് പീസ് ഓഫ് എവിഡൻസ് ഉണ്ട്. അതിൽ ചില സൂചനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തുണ്ടായിരുന്ന ഒരു സവിശേഷമായ സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. അത് ഇന്ത്യയിൽ അഴിമതി വിരുദ്ധ ഭരണത്തിനു വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മുതലെടുത്തു കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ ഊർജ്ജം, അതാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ അധികാരത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നത്. ഒരു ആൻറ്റി ഇൻകംപൻസി എഗെയിൻസ്റ്റ് ഒരു ഇൻഎഫിഷ്യൻ്റായ കറപ്റ്റായ 2014 UPA 2 സർക്കാരിനെതിരായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരം അത് അന്തരീക്ഷത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. പ്ലസ് കപ്പിൾഡ് വിത്ത് ഒരു ഫാക്ടറും കൂടി അവിടെ പ്രവർത്തിച്ചു. ഒരു ബൈനറി പ്രവർത്തിച്ചു 2014. ആ ബൈനറി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വളരെ വീക്കായ, ദുർബലനായ, ശക്തിയില്ലാത്ത, ഒരുപക്ഷേ സോണിയാഗാന്ധിയുടെയും പാരമ്പര്യ ഭരണത്തിനും ഒക്കെ കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നൊരു ഇമേജ് അന്ന് മൻമോഹൻ സിംഗിന് കൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് BJPയുടെ പ്രചരണം നടക്കുന്നത്. തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണെന്നും അത് നടപ്പിലാക്കുന്ന ജോലി മാത്രമേ മൻമോഹൻ സിംഗിനുള്ളൂവെന്നും മൻമോഹൻ സിംഗ് ഇന്ത്യ കണ്ട ഏറ്റവും വീക്കസ്റ്റ് പ്രൈം മിനിസ്റ്ററുമാണെന്നുള്ളൊരു നരേറ്റീവും 2014 ഉണ്ടായിരുന്നു. അപ്പോൾ വീക്കസ്റ്റ് പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ എതിരിടാൻ 2013 ഗോവയിൽ നടക്കുന്ന BJPയുടെ നാഷണൽ കൺവെൻഷനിൽ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നു. ഏറ്റവും കരുത്തുള്ള നേതാവായി നരേന്ദ്രമോദിയാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ കരുത്തുള്ള നേതാവ് വേഴ്സസ് ദുർബലനായ നേതാവ് എന്നൊരു നരേറ്റീവ് 2014 ഉണ്ടായിരുന്നു. 56 ഇഞ്ച് വരുന്നത് ആ ഘട്ടത്തിലാണ്. അപ്പോൾ ഒരു മസ്കുലീനായ ഒരു ആണധികാരത്തിന്റെ സമസ്ത അധികാരവും ഉറപ്പിച്ചു നിർത്തുന്ന ഒരു നേതാവ് അധികാരത്തിലേക്ക് എത്തുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു സ്ട്രോങ് ലീഡർ സൈക്കോസിസ് അവിടെ വർക്ക് ചെയ്യുന്നു. അതേസമയം തന്നെ ഒരു ആന്റി ഇൻകുംബൻസിയും 2014 ശക്തമായിട്ടുണ്ടാകുന്നു. ഇതാണ് 2014 തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തിക്കാൻ സഹായിച്ച പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. ഒന്ന്, അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഊർജ്ജം, രാഷ്ട്രീയ ഊർജ്ജം NDA സ്വീകരിക്കുന്നു. അതാകട്ടെ അണ്ണാ ഹസാരെയും ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന മൂവ്മെന്റും കൂടി കൊണ്ടുവരുന്നതാണ്. ആ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷനിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നത് RSSന്റെ പ്രവർത്തകർ വളരെ സജീവമായി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിൽ അരവിന്ദ് കെജ്രിവാളും യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും ഒക്കെ പ്രധാന കാർമ്മികത്വമൊക്കെ വഹിച്ചെങ്കിലും അത് അവരൊക്കെ ചിന്നിച്ചിതറി പോകുമ്പോഴും അതുണ്ടാക്കിയ രാഷ്ട്രീയ ഊർജ്ജം പൂർണ്ണമായിട്ടും നേടാൻ സാധിച്ചത് BJPക്കും പിന്നെ അല്പം പ്രാദേശികമായി നേടാൻ സാധിച്ചത് ആം ആദ്മി പാർട്ടിക്കുമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ 3 ഘടകങ്ങളും 2014 തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണെങ്കിൽ 2019 വരുമ്പോൾ സ്ഥിതി മാറുന്നു. അവിടെ
ഒരു വീക്കായ പ്രധാനമന്ത്രിയല്ല, കൂടുതൽ കരുത്തനായ പ്രധാനമന്ത്രിയായി 2014 നരേന്ദ്രമോദിയേക്കാൾ ഹൈപ്പർ നാഷണലിസം നിൽക്കുന്ന ബലാക്കോട്ടിന്റെ പശ്ചാത്തലത്തിൽ അമിത ദേശീയതയുടെ ആഹ്വാനങ്ങളും മുദ്രാവാക്യങ്ങളുമുള്ള ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഒരു നാഷണൽ സേവിയറായി, ഒരു രക്ഷകനായി അവതരിക്കുന്നു എന്നുള്ളതാണ് 2019 കാണുന്നത്. ഇനി 2024 വരുമ്പോഴോ 2014 കണ്ട ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷന്റെ ഊർജ്ജമോ അഴിമതി വിരുദ്ധ പോരാട്ടമോ ആന്റി ഇൻകംപൻസിയോ ആ അർത്ഥത്തിൽ നരേന്ദ്രമോദിയോ BJP പിന്തുണയ്ക്കാനില്ല. ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിക്കെതിരാണ് താനും. 2019 ഹൈപ്പർ നാഷണലിസത്തിന്റെ ആശയങ്ങളുമില്ല. അപ്പോൾ പിന്നെ 2024 ഒരു കോമൺ നരേറ്റീവ് ഉണ്ടോ എന്നതാണ് ചോദ്യം. അതുകൊണ്ടാണ് പലതവണ ആവർത്തിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നത് മോദി 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 ഗ്യാരണ്ടി. ഈ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടത് ഒരൊറ്റ പോസ്റ്റർ മാത്രം, ഒരൊറ്റ പേര് മാത്രം, ഒരൊറ്റ ഗ്യാരണ്ടി മാത്രം. രാജ്യം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുകയും തിരഞ്ഞെടുപ്പ് ഒരു വൺ മാൻ ഷോ ആയി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു നരേറ്റീവ് അവർ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ മോദി ഗ്യാരണ്ടിയും രാമക്ഷേത്രം കൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്കൽ യൂഫോറിയ, ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു അന്തരീക്ഷവും ആദ്യഘട്ടത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി പൊളിഞ്ഞുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത് ആദ്യ ഫേസിലെ തിരഞ്ഞെടുപ്പാണ്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മോദി ഗ്യാരണ്ടി പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു. രാമക്ഷേത്രം ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമേ അല്ല എന്ന് മനസ്സിലാക്കുന്നു. ഒരു വോട്ടർ അപ്പതിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കോൾഡ് വേവ് ഈ തിരഞ്ഞെടുപ്പിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കോൾഡ് വേവ് എങ്ങനെയായിരിക്കും സ്വാഭാവികമായി ഉണ്ടാവുക? ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ നടന്നപ്പോൾ വിവിധ ജേർണലിസ്റ്റുകൾ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഉദാഹരണത്തിന് ഈ ബീമാരു സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പണ്ട് കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന സ്റ്റേറ്റുകൾ ഒരു ഭാഗത്തും കാമത്തെന്ന് വിശേഷിപ്പിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. കർണാടക, ഈ പറയുന്ന കേരള, ഒപ്പം തന്നെ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളെല്ലാം ഒരു ഭാഗത്തും, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒരു ഭാഗത്തും, മറുഭാഗത്ത് ബീഹാർ, മധ്യപ്രദേശ്, ഈ പറയുന്ന ഒറീസ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ മറുഭാഗത്തുമായി നിൽക്കുന്നു. ഈ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ്, ഈ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്ത് എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും ഗുണം ചെയ്തോ ദോഷം ചെയ്തോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും ലളിതമായൊരു കാര്യം, ബീഹാറിലേക്ക് വന്നാൽ ബീഹാറിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത്, ബീഹാറിലെ വോട്ടർമാരിൽ ഒരു നല്ല വിഭാഗം ഇപ്പോൾ ബീഹാർ സംസ്ഥാനത്തിന് പുറത്താണ്. കാരണം പഞ്ചാബിലും ഹരിയാനയിലും ഇപ്പോൾ ഹാർവെസ്റ്റിംഗ് സീസണാണ്. ആ ഹാർവെസ്റ്റിംഗ് സീസണിൽ അവരുടെ പാടങ്ങളിൽ പണിയെടുക്കുന്ന കർഷകർ പോയിരിക്കുന്നത് ഹരിയാനയിലും പഞ്ചാബിലുമാണ്. അവിടെയുള്ള കർഷകരാകട്ടെ BJPയുടെക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിലുമാണ്. കാരണം അവർ പോയി പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ, ഈ പഞ്ചാബിലും ഹരിയാനയിലുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് BJP നേതാക്കളുടെ വീട്ടിലേക്ക് നടത്തിയിരിക്കുന്ന മാർച്ച് പോലെ ഇപ്പോഴും തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇൻഎഫിഷ്യൻ്റായ കൃഷി വകുപ്പിലെ, പ്രത്യേകിച്ച് കർഷകരോടുള്ള അവരുടെ നിലപാടിനോടുള്ള പ്രതിഷേധമാണ്. അത് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വോട്ടായി മാറുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളിലല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പഞ്ചാബിലും ഹരിയാനയിലും പോയി പണിയെടുക്കുന്ന കർഷകർ പോലും തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് ഈ പറയുന്ന ആന്റി ഇൻകംബൻസിയുമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബീഹാറിൽ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം കൂടി പറയാം. ബീഹാറിൽ ഒരു സ്ഥലത്ത് ഈ സർക്കാർ തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കർഷകർക്ക് പ്രൈം മിനിസ്റ്റർ കിസാൻ നിധിയിലൂടെ 6000 രൂപ ഒരു വർഷം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഫസൽ ബീമാ യോജനയിലൂടെ കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ പദ്ധതികൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പദ്ധതികളെല്ലാം യഥാർത്ഥത്തിൽ ഈ ബീഹാറിലും മധ്യപ്രദേശിലും ഒക്കെ തിരിഞ്ഞടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. എങ്ങനെയെന്നാൽ ഇത് വിതരണം ചെയ്യുന്നതിലെ അപാകത അതാത് സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വലിയ ആന്റി ഇൻകംബൻസിയാണ്. അതുകൊണ്ടാണ് 16 ദിവസം ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ ഒരു വാട്ടർ ടാങ്കിന്റെ മുകളിൽ കർഷകർ കയറിയിരുന്ന് പ്രതിഷേധിച്ചു. എന്തിനാണ്? പ്രധാനമന്ത്രി ഫൈസൽ ബീമാ യോജന പ്രകാരമുള്ള 624 കോടി രൂപ ഒന്നും പാസ്സാക്കി കിട്ടാൻ വേണ്ടി അവർ പ്രതിഷേധിച്ച സംഭവം. നമ്മളൊന്നും ഇത് അധികം അറിഞ്ഞിട്ടില്ല. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാക്കുന്നു. 16 ദിവസമാണ് കർഷകർ അവിടെ വാട്ടർ ടാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഇതൊരു ചെറിയ കാര്യമല്ല. അതിനുശേഷം അവർ ഇറങ്ങി വന്ന് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ബൈറ്റിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രാമക്ഷേത്രം വേണ്ട, ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്. ഞങ്ങളുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ കരിമ്പ് കൃഷി നടത്തി കരിമ്പ് എടുത്ത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ മെഷീനുകളാണ്, ഞങ്ങളുടെ കരിമ്പ് പാടങ്ങളെയാണ് ഞങ്ങൾ ദേവാലയമായി കാണുന്നത് എന്ന് പറയുന്ന സ്ട്രോങ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് ബീഹാറിൽ നിന്നാണ്. അവിടെ ബീഹാറിൽ NDA ഒപ്പം കൂട്ടിയിരിക്കുന്നത് ജനതാദളാണ്. JDUവിനെതിരെ ശക്തമായിട്ടുള്ള ആന്റി ഇൻകംബൻസി ഉണ്ടെന്ന് മാത്രവുമല്ല, അവിടെ ഈ JDU നേതാവ് നിതീഷ് കുമാർ പലപ്പോഴും പ്രസംഗത്തിൽ വാക്കുകൾ തന്നെ മാറിപ്പോകുന്നു. ഈ ടങ് സ്ലിപ്പുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു നേതാവായിട്ടാണ് ഇപ്പോൾ നിതീഷ് കുമാറിനെ ബീഹാറിൽ ചിത്രീകരിക്കുന്നത്. കാര്യം നിതീഷ് കുമാറിന്റെ പ്രഭാവം പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നു.
നിതീഷ് കുമാർ ചിത്രത്തിൽ ഇത് അപ്രത്യക്ഷമാവുന്നു. മോദി ഇമേജിന് കീഴിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു നേതാവായി നിതീഷ് കുമാർ മാറുന്നു. അവിടെ നിതീഷ് കുമാറിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവും. അപ്പോൾ JDU-വിനെ കൂട്ടുന്നത് വഴി ബീഹാറിൽ ഒരു വലിയ പ്രശ്നമുണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ ഓർമ്മിക്കണം, ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് ബീഹാറിലാണ്. 40 സീറ്റ്സ് അല്ലേ? മഹാരാഷ്ട്രയും പിന്നെ വെസ്റ്റ് ബംഗാളും. അത് കഴിഞ്ഞാൽ ഉള്ളത് ഈ പറയുന്ന ബീഹാറിലാണ്. ആ ബീഹാറിലാണ് കർഷകരുടെ ശക്തമായ പ്രതിഷേധം, JDU-വിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം. ഇത് രണ്ടും ശക്തമായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വികാരമായി തീരുന്നത്. ഒഡീഷയിലാണെങ്കിലോ മറുഭാഗത്ത് ബിജു ജനതാദൾ ആണെങ്കിലും ഒഡീഷയിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് രേഖപ്പെടുത്തുന്ന ഒരു ഭരണത്തിന് കീഴിലാണ് ഇരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്ന് ഒഡീഷയാണ്. അവിടെ കൽക്കരി ഖനികളിൽ നിന്ന് വരുന്ന റവന്യൂ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നതാവട്ടെ തമിഴ്നാട്ടിൽ നിന്നുള്ള VK പാട്ടീലാണ്. അതുകൊണ്ടാണ് അമിത്ഷാ ഇന്ന് പോയി പ്രസംഗിച്ചത്, നിങ്ങൾക്ക് വേണ്ടത് ഒരു തമിഴ് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണോ അതല്ല ഒഡിയ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണോ വേണ്ടത് എന്ന് ചോദിക്കുന്നു. അവിടെയും VK പാട്ടീൽ എന്ന് പറയുന്നത് എഫക്റ്റീവായ ഗവേണൻസ് ഉറപ്പുവരുത്തുന്ന പ്രായാധിക്യം കൊണ്ട് കാര്യമായ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്ന നവീൻ പട്നായിക്കിൻ്റെ പിന്തുടർച്ചക്കാരനായി ഒരു പുതിയ ഒരു ഭരണരീതി അവിടെ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയും BJPക്ക് ഈ പറയുന്ന ഭാഷാ നാഷണലിസം അല്ലെങ്കിൽ എത്തിനിസിറ്റി ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു. ഇനി ഈ കർണാടകത്തിലേക്ക് വന്നാൽ പ്രജ്വൽ രേവണ്ണ അടക്കം വലിയ വിവാദമായി നിൽക്കുന്നു. അവിടെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന സ്ത്രീകൾ എങ്ങനെയാണ് ജനതാദൾ സെക്യുലർ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുക? കഴിഞ്ഞ തവണയുള്ള 25 സീറ്റുകളിൽ 9 സീറ്റുകൾ അവർക്ക് ഇതിനകം തന്നെ നഷ്ടപ്പെടുമെന്നുള്ളത് കർണാടകയിൽ BJP തന്നെ ഉറപ്പിച്ചിരിക്കുന്ന വിഷയമാണ്. അതിലും കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ മൊത്തത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതു നരേറ്റീവായി നമ്മൾ കണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് സർക്കാർ അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് അവിടെയാണ് അഗ്നിവീറിൻ്റെ പ്രശ്നമുണ്ടാകുന്നത്. ഹരിയാനയിൽ വോട്ട് യോജിക്കാൻ ചെല്ലുമ്പോൾ ഹരിയാനയിലെ ചെറുപ്പക്കാർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് 4 വർഷം കൊണ്ട് ഞങ്ങളുടെ സർവീസ് അവസാനിപ്പിച്ച് കടന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതെങ്ങനെയാണ് നീതീകരിക്കാൻ പറ്റുക? തൊഴിലില്ലായ്മ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഹിന്ദി ബെൽറ്റ് ഉണ്ടാവുന്നു. ഇതെല്ലാം ഹിന്ദി ഹാർട്ട്ലാൻഡിൽ BJPയെ സംബന്ധിച്ചിടത്തോളം നില പരിങ്ങലിലാക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഒരു സൈലന്റ് കോൾഡ് വേവായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് സംസ്ഥാന സർക്കാരിനെതിരാണെങ്കിൽ 51% വോട്ടർമാരുമുള്ള BJP സംസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്താകും. അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകും മനസ്സിലാക്കുന്നത്. അതല്ല എങ്കിൽ അടിസ്ഥാനമായി കർഷകരുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കാൻ പരമാവധി BJP ശ്രമിച്ചിട്ടുണ്ട്. ഈ തവണ തെരഞ്ഞെടുപ്പിൽ BJP ഒരു തവണ പോലും മിണ്ടാത്തൊരു കാര്യം തങ്ങളുടെ ഭരണ നേട്ടം അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രോഗ്രസ് കാർഡ് കാണിക്കാതെ, അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കാതെ തെരഞ്ഞെടുപ്പിനെ BJP നേരിടാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മറ്റു വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. കച്ചത്തീവടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. BJP പ്രചരണ തന്ത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്ന രീതികൾ നോക്കൂ. ഈ തേജസ്വി യാദവും മീൻ കൂട്ടിയതും ഈ രാഹുൽ ഗാന്ധി ചമ്പാരൻ മട്ടൻ കഴിച്ചതും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാക്കി മാറ്റുന്നു. രാജ്യം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഷുഗർ ലെവൽ എത്രയുണ്ട് എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പല രീതിയിലും ഒരു പോളറൈസിങ് പൊളിറ്റിക്സ് ഉപയോഗിക്കുന്നു, ഹേറ്റ് സ്പീച്ച് ഉപയോഗിക്കുന്നു. ഇതെല്ലാം അടിസ്ഥാനമായി ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമായി നമുക്കതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പോൾ സ്ട്രാറ്റജി തന്നെ പൊളിഞ്ഞിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ BJP 300 സീറ്റുകൾ അല്ലെങ്കിൽ 272 സീറ്റുകൾ കടക്കുമോ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉറപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ ടേക്ക്. വെൽക്കം ബാക്ക്. മോദി ഉറപ്പിച്ചോ എന്നാണ് ചോദ്യം. നികേഷ് കുമാർ നോക്കൂ വരുൺ, ഞാനിന്ന് എൻ്റെ കിട്ടിയ സമയം പ്രധാനമായും ഉപയോഗിച്ചത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള സിഫോളജിസ്റ്റുകളുമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് അതിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ബ്ലോക്കുകളെ എടുക്കാം. ഈ 2 ബ്ലോക്കുകൾ ഇന്ത്യ ബ്ലോക്കും NDAയും. ഇന്ത്യ ബ്ലോക്ക് ചെയ്യുന്നത് അടുത്ത മാസം 1-ാം തീയതി, അതായത് 7ാം ഘട്ട പോളിംഗ് നടക്കുമ്പോൾ അവർ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ദേശീയ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ ആ യോഗത്തിലേക്ക് മമതാ ബാനർജി പങ്കെടുക്കുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഒന്ന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ്? അങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ട് തങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കാനും രാഷ്ട്രപതിക്കൊരു സന്ദേശം അയക്കാനുമാണ് എന്നുള്ളതാണ്. നോക്കൂ, ഒരുപക്ഷെ കേവല ഭൂരിപക്ഷമോ കിട്ടാത്ത BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയുണ്ടാകും. ആ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയുണ്ടായാൽ മുമ്പ് 1990-കളിൽ KR നാരായണൻ അങ്ങനെ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ആദ്യം വിളിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും NDA പ്ലസ് എന്ന് പറയുന്നൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ YSR കോൺഗ്രസും ബിജു ജന ഇപ്പോൾ കാണുന്ന പൊറാട്ട് നാടകമൊന്നും ആ സമയത്ത് കാണേണ്ടതില്ല.
അപ്പോൾ NDA+ എന്ന് പറയുന്ന ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വരാനിടയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഇന്ത്യ ബ്ലോക്ക് 1-ാം തീയതി യോഗം വിളിച്ചു ചേർത്ത് നൽകാൻ ഉദ്ദേശിക്കുന്ന, അതും നമ്മൾ ജനങ്ങൾക്കല്ല, രാഷ്ട്രപതി അടക്കമുള്ള ഉത്തരവാദപ്പെട്ടവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളിതാ ഒരു ബ്ലോക്കായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്, ഞങ്ങളെ ഒരു ബ്ലോക്കായി തന്നെ കാണേണ്ടതുണ്ട്, കേവല ഭൂരിപക്ഷം ഇന്ത്യ ബ്ലോക്കിന് വരികയാണ് എങ്കിൽ ആദ്യം ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. നോക്കൂ, അവിടെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ആരായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തുടങ്ങിയ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്തയിൽ കണ്ടിട്ടുള്ളത് DMK ഇതുവരെ വകുപ്പുകൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. മമതാ ബാനർജി തങ്ങൾ ഇൻ്റഗ്രൽ പാർട്ടാണ് എന്ന് പറഞ്ഞുവെങ്കിൽ പോലും അവസാന നിമിഷം വരെ നമുക്കറിയാം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളത്. അതേസമയം മറുഭാഗത്ത് എന്താണ്, NDAയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ഇവിടെ നമ്മളെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെയും ഞാൻ വേറൊരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് 1-ാമത്തെ ഘട്ടത്തിൽ സബ്കാ സാത്ത് സബ്കാ വികാസ് പറഞ്ഞത്? 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമെന്നും 2029 താൻ അധികാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 3-ാമത്തെ സാമ്പത്തിക ശക്തിയായി ഒക്കെ പറഞ്ഞത്. ആ നിലയിലെ ഇന്ത്യയിലൊരു സുപ്രധാന ശക്തിയായി തങ്ങൾ വളർന്നിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് കേവല ഭൂരിപക്ഷമൊക്കെ നിസ്സാരമായി കടന്നു പോകാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സിറ്റ് പോള്, ഇപ്പം ഡോക്ടർ അരുൺ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണല്ലോ. ഇപ്പം നമുക്കറിയാം 1-ാം ഘട്ടം എക്സിറ്റ് പോൾ കഴിഞ്ഞതിന് ശേഷം ആ മാധ്യമ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ആ പോൾ നടത്തുന്നതെങ്കിലും നരേന്ദ്രമോദിയുടെ കയ്യിലാണ് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ടെലിവിഷൻ മാധ്യമങ്ങളും നിൽക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണയുണ്ട് ഇന്ത്യ ടുഡേയുടെ സർവേ എന്താണ്, NDTVയുടെ സർവേ എന്താണ്, മറ്റ് ടെലിവിഷൻ ചാനലുകളുടെ സർവേ എന്താണ് എന്നുള്ളത്. അതിനനുസരിച്ചാണ് അദ്ദേഹം ഗിയർ മാറ്റിയിട്ടുള്ളത്, ആക്സലേറ്റർ മാറ്റിയിട്ടുള്ളത്. നോക്കൂ, നമ്മൾ അതിൻ്റെ ഒരു അവരോഹണമൊന്നും ഇങ്ങനെ ഒന്ന് നോക്കുക. എന്താണ്, ആദ്യം നേരത്തെ പറഞ്ഞ പോലെ സബ്കാ സാത്ത് സബ്കാ വികാസ്, പിന്നെ അല്പം വർഗീയത പറഞ്ഞ് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി. പിന്നീട് അതും പോരാ എന്ന് കണ്ടപ്പം അവരുടെ മംഗലസൂത്രത്തിലേക്ക് കയറി പിടിച്ചു. അവരുടെ മംഗലസൂത്രത്തിലേക്ക് കയറി പിടിച്ചതിനും പോരാഞ്ഞിട്ടാണ് അദ്ദേഹം ദൈവീകമായിട്ടുള്ള പരിവേഷം എടുത്തണിയുന്നത്. ഈ ദൈവീകമായ പരിവേഷം എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ജൈവികമായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നതെന്നാണ്. പിന്നീട് എൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി അങ്ങനെയല്ല ദൈവം എന്നെ അയച്ചതാണെന്ന്. ഞാൻ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് 6-ാം ഘട്ടം കഴിയുമ്പോഴുണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയേണ്ട ധൈര്യം എന്നല്ല പറയേണ്ടത്, അങ്ങനെ പറയാനുള്ള ഒരു ഭയചകിതമായ അവസ്ഥ അദ്ദേഹത്തിന് 6-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ അതാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. 2 ബ്ലോക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആദ്യത്തെ ബ്ലോക്ക് ഇന്ത്യ ബ്ലോക്കായി നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആ ബ്ലോക്കിന് ഭൂരിപക്ഷം കിട്ടും എന്ന് അവർ കരുതുന്നു. എന്ന് വെച്ചാൽ അവരുടെ സിഫോളജിസ്റ്റൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നതാണ്. മറുഭാഗത്ത് NDAയുടെ ഭൂരിപക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം തുലാസിലാണ് എന്നുള്ളതാണ്. NDA+ എന്ന് പറയുന്ന ഒരു സഖ്യത്തിന് മാത്രമായിരിക്കാം ഭൂരിപക്ഷം. ഏതായാലും ഒരു നമ്മൾ ഇപ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സിഫോളജിസ്റ്റുകളെ എടുത്താൽ തന്നെയും ഒരു 10-നും 30-നും സീറ്റുകൾക്കിടയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പമുള്ളത്. ബാക്കിയുള്ള സീറ്റുകളെക്കുറിച്ചൊക്കെ തന്നെ ഏകദേശമായി അവർക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞങ്ങൾ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ വിജയം നേടാൻ പോകുന്നത് എന്നാണ്. നോക്കൂ, ബംഗാളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ പോകുന്നത് ബംഗാളിലായിരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഉത്തർപ്രദേശാണ്, അത് കഴിഞ്ഞതിന് ശേഷം മഹാരാഷ്ട്രയാണ്, ബീഹാറാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ബംഗാളിന് അതിന് ആക്കം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ബംഗാളിലാണ് കൂടുതൽ എന്തെങ്കിലും കിട്ടാനുള്ള ശ്രമം നടത്താൻ സാധിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് വലിയ മുൻതൂക്കം ബംഗാളിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വിംഗ് സ്റ്റേറ്റ്സ്, അവസാനം സ്വിംഗ് സ്റ്റേറ്റ്സ് ആണല്ലോ പ്രസിഡന്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്വിംഗ് സ്റ്റേറ്റ്, നേരത്തെ അരുണും ഉണ്ണിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചത് തന്നെ, എങ്കിൽ പോലും ഏറ്റവും ഒടുവിലുള്ള പ്രവചനം അനുസരിച്ച് മഹാരാഷ്ട്ര വളരെ പ്രാധാന്യമർഹിക്കുന്ന സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ 48-ൽ 41 സീറ്റുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA നേടിയിട്ടുള്ളത്. BJPക്ക് 23 സീറ്റും ഉണ്ടായിരുന്നു. BJPക്ക് മാത്രമായി 7 മുതൽ 8 വരെ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും പകുതിയിലധികം സീറ്റുകൾ ഇന്ത്യ ബ്ലോക്ക് നേടുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ
പ്രവചനമായി വരുന്നത്. എന്ന് വെച്ചാൽ ഈ സിഫോളജിസ്റ്റുകളുടെ കണക്കതാണ്. അത്രയധികം സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ 48-ൽ പകുതിയിലധികം സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ ഏതാണ്ട് 50ഓളം സീറ്റുകളാണ് ദേശീയ തലത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നത്. ഉത്തർപ്രദേശാണ് ഒരു ടെക്ടോണിക് ഷിഫ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ വിലയിരുത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്ട് പ്രമുഖമായിട്ടുള്ള സമുദായങ്ങളെല്ലാം തന്നെ BJPയെ കൈവെടിയുന്ന സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ പണപ്പെരുപ്പത്തെക്കുറിച്ച്, തൊഴിലില്ലായ്മയെക്കുറിച്ച്, ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിട്ടുള്ളത്. അവിടെയാണ് BJPക്ക് ഏറ്റവും വലിയ പിശകും പറ്റിയിട്ടുള്ളത്. രാമക്ഷേത്രം കണ്ടാൽ ജനങ്ങളെല്ലാം മറന്ന് BJPക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രാണപ്രതിഷ്ഠ രാമക്ഷേത്രം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം പഴത്തൊലിയിൽ തട്ടി വീഴുന്നത് പോലെ വീഴുന്നു. ഒരു വലിയ ഷിഫ്റ്റ് വോട്ടർമാരിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് മഹാരാഷ്ട്രയിലും ഈ നിലയിൽ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഉണ്ണിയൊക്കെ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്. അതായത് മഹാരാഷ്ട്രയിൽ ഈ മോദി ഷായുടെ സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഈ രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുക എന്നുള്ളത്. അപ്പോൾ ശിവസേനയെ പിളർത്തി, NCPയെ പിളർത്തി, അപ്പോൾ എല്ലാം പേപ്പറിൽ കൃത്യമാണ്. ഇവർ രണ്ടുപേരും അപ്പുറത്തുണ്ട്, മറ്റ് രണ്ടുപേരും ദുർബലരായിട്ടുള്ള, കാരണം താക്കറയുടെ മകനും ശരത് പവാർ എന്ന് പറയുന്ന വൃദ്ധനും. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തായിരിക്കുമല്ലോ എനർജറ്റിക് ആയിട്ടുള്ള നേതാക്കളുള്ളത്. പക്ഷെ ജനങ്ങൾ തിരിച്ചാ ചിന്തിച്ചത്. ജനങ്ങൾ താക്കറയ്ക്കൊപ്പം നിന്നു. നേരത്തെ കഴിഞ്ഞ ദിവസം ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം വോട്ടുകൾ ശിവസേനയുടെ പെട്ടിയിൽ വീഴാൻ പോകുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ശിവസേനയുടെ പെട്ടിയിൽ സൗത്ത് ഇന്ത്യക്കാർ വോട്ട് ചെയ്യാത്ത പാർട്ടിയാണ് ശിവസേന എന്ന് പറയുന്നത്. അവിടെ ഇപ്പം മുസ്ലിങ്ങൾ പോലും വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ശരത് പവാറിൻ്റെ ബാരാമതിയിൽ അജിത് പവാർ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഈ അടക്കമുള്ള ശരത് പവാറിന് അനുകൂലമായിട്ടുള്ള സഹതാപ തരംഗം ഉണ്ടെന്ന് വെച്ചാൽ ശരത് പവാറിൻ്റെ ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പഴയ രാജവംശത്തിലൊക്കെ കാണാറില്ലേ, മരുമക്കൾ പോയി രാജാധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന അക്രമങ്ങൾ, ആ നിലയിലേക്ക് ആ സംസ്ഥാനം മാറിയിരിക്കുന്നു. ബീഹാറിൽ പറയേണ്ട കാര്യമില്ല. നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ പാൽത്തൂറാം എന്ന് വിളിക്കാൻ ഇത്രയും വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യനെ, ഇത്രയും കാലം ബീഹാർ ഭരിച്ച ഒരു നേതാവിനെ വികസന നായകനായിട്ടാണ് നിതീഷ് കുമാറിന് അറിയപ്പെട്ടത്. പക്ഷേ അവസാനത്തെ ചാട്ടം ഉണ്ടല്ലോ, അത് പിഴച്ചുപോയി. ആ ചാട്ടം പിഴച്ചു പോവുകയും അതേ സമയം തന്നെ ഈ തേജസ്വി യാദവ് എന്ന് പറയുന്ന ഉദിച്ച സൂര്യനെ പോലെ ഒരു നേതാവ് എന്ന് വെച്ചാൽ തേജസ്വി എന്ന് പറയുന്നത് വെച്ചാൽ മോദിയെയും ഷായെയും നിതീഷിനെയും ഒക്കെ വെല്ലാൻ ഞാൻ ഒറ്റയ്ക്ക് മതിയെന്നാണ്. 100 കണക്കിന് പ്രചരണ യോഗങ്ങളാണ് ആ ചെറുപ്പക്കാരൻ അറ്റൻഡ് ചെയ്യുന്നത് ഓരോ ദിവസവും എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ആളുകളെല്ലാം വളരെ പകയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തുകയാണെങ്കിലുണ്ടല്ലോ, അത് നിതീഷിനാണെങ്കിലും, അത് അമിത്ഷായുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ പവാറിൻ്റെ കാര്യത്തിനായാലും അതുപോലെ തന്നെ ഉദ്ധവ് ഠാക്കറെയുടെ കാര്യത്തിൽ ഈ പിന്നിൽ നിന്ന് കുത്തൊന്നും ജനങ്ങൾ അങ്ങനെ എടുക്കില്ല. രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല. അത് വളരെ വ്യക്തമായി നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വളരെ കൃത്യമായി ഒരിക്കൽ കൂടി പൊതുജനം ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു സാധ്യതയുള്ളത് NDA പ്ലസ് എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യത്തിൽ അധികാരത്തിൽ തുടരാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അത് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ 1-ാം തീയതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. വളരെ കൃത്യമായ സന്ദേശം ഇന്ത്യ ബ്ലോക്ക് നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നൽകിയാൽ തന്നെയും സ്വാഭാവികമായിട്ടും മുർമു എന്ന് പറയുന്നത് NDAയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവരെ ജയിപ്പിച്ച മുന്നണിയുടെയും പാർട്ടിയുടെയും താല്പര്യപ്രകാരം മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ നോക്കൂ, ഈ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള BJPയുടെ വളർച്ചയുണ്ടല്ലോ, അതായത് അമിത വളർച്ച, സാധാരണ കോശങ്ങൾക്ക് സാധാരണ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് വളരാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ക്യാൻസറസ് ആയിട്ടുള്ള വളർച്ച, ആ വളർച്ചയിലൂടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയത്തെ ജനം മടുത്തിരിക്കുന്നു. ഒരു കോളീഷൻ സർക്കാരിലേക്ക് ഇന്ത്യ വീണ്ടും പോകാൻ പോവുകയാണ്. എല്ലാവരോടും ഉത്തരവാദിത്തമുള്ള, എല്ലാവരോടും കൺസൾട്ട് ചെയ്യുന്ന, നേരത്തെ 2004-2009 കാലഘട്ടത്തിൽ UPA 1 സർക്കാർ ഇന്ത്യയിൽ ഉണ്ടായതുപോലെ ഒരു സർക്കാർ ഉണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അത് അത്രേ ഇന്ത്യൻ ജനതയ്ക്ക് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ഇന്ത്യൻ ജനതയ്ക്ക് ഒരു സർക്കാരിനെ നീക്കം ചെയ്യാനേ സാധിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ആ പറയുന്ന ജനവിധിയെ അട്ടിമറിച്ച ചരിത്രം നമ്മൾ പല നിയമസഭകളിലും കണ്ടിട്ടുണ്ട്. അത് വീണ്ടും ഈ പറയുന്ന രാജ്യത്ത് തലസ്ഥാനത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ജനത ഉത്തരവാദിത്തമുള്ളതല്ല. അപ്പോൾ അതിനെതിരായിട്ടുള്ള കരുതലാണ് 1-ാം തീയതിയത്തെ ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗം എന്നാണ് ഞാൻ കരുതുന്നത്.
ഉണ്ണി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർക്കാൻ? ഈ മഹാരാഷ്ട്രയുടെ കാര്യം വളരെ പ്രധാനമാണ്. ഇപ്പം നോക്കൂ, ഇപ്പം നേരത്തെ അരുണും ചൂണ്ടിക്കാണിച്ചു, ഈ ഓരോ സംസ്ഥാനത്തും പ്രാദേശികമായ ഇൻകംബൻസി പ്രശ്നമുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഈ ഉള്ളി കർഷകരുടെ പ്രതിഷേധമാണ്. ഇപ്പോൾ ഔറംഗാബാദ്, നാഷിക് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ എൻ ബ്ലോക്കായിട്ടാണ് ഈ ഉള്ളി കർഷകർ ഭയങ്കരമായിട്ടുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉള്ളിയുടെ കമ്പോളമുള്ളത് ഈ നാഷിക്കിലാണ്. അപ്പോൾ അവിടെ ഈ കേന്ദ്ര സർക്കാർ ഈ ഉള്ളിയുടെ കയറ്റുമതി നിരോധിച്ചു. എന്തിനാണ് ഈ എക്സ്പോർട്ട് നിരോധിച്ചത്? ആഭ്യന്തര മാർക്കറ്റിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിലക്കയറ്റം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് സർക്കാർ വിരുദ്ധ തരംഗമാകും എന്നുള്ളതുകൊണ്ടാണ് ഈ എക്സ്പോർട്ട് നിരോധിച്ചത്. അതോടുകൂടി 75% ആണ് ഉള്ളിയുടെ വില ഇടിഞ്ഞത്. അതോടുകൂടി ആ കർഷകർ വലിയ പ്രതിസന്ധിയിലായി. അപ്പോൾ ഈ പറയുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ എൻ ബ്ലോക്കായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണമെന്ന് പാകിസ്ഥാനികൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചല്ലോ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ തമാശ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഉള്ളി എക്സ്പോർട്ടേഴ്സായിട്ട് മാറിയിരിക്കുന്ന പാകിസ്ഥാനാണ്. കാരണം വെച്ചാൽ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് പാകിസ്ഥാനാണ് ഇപ്പോൾ ഏറ്റവും വലിയ എക്സ്പോർട്ടേഴ്സായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ കർഷകർ പറയുന്നത് നരേന്ദ്രമോദി പാകിസ്ഥാനെ സഹായിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വലിയ കാർഷിക വികാരം, അതുപോലെ സോയാബീൻ കർഷകരുടെ പ്രശ്നമുണ്ട്, അതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറാത്തി റിസർവേഷൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ മനോജ് ജാരംഗെ പാട്ടീൽ എന്ന് പറയുന്ന മറാത്തികളുടെ ഒരു നേതാവുണ്ട്. അയാൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു വലിയ മുംബൈ മാർച്ചുണ്ട്. ആ മുംബൈ മാർച്ചിൽ 20 ലക്ഷം യുവാക്കളാണ് പങ്കെടുത്തത്. അവർ എൻ ബ്ലോക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലെന്നാണ്. അത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ്. എക്സ്പോർട്ടിൻ്റെ കാര്യത്തിനകത്ത് കേന്ദ്ര സർക്കാരിനെതിരാണെങ്കിൽ റിസർവേഷൻ്റെ കാര്യത്തിനകത്ത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ്. പിന്നെ ഒരു പ്രാദേശിക വികാരം അവിടെ ബലപ്പെട്ടിട്ടുള്ളത് വളരെ പ്രധാനമാണ്. എന്താ വെച്ചറിയോ, മഹാരാഷ്ട്രയിൽ നിന്ന് എല്ലാ പദ്ധതികളും ഗുജറാത്തിലേക്ക് പോകുന്നു എന്നൊരു വികാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അംബാനിയും യഥാർത്ഥത്തിൽ ഗുജറാത്തിയാണ്, പക്ഷേ അംബാനിയുടെ വ്യവസായങ്ങളെല്ലാം മറാത്ത കേന്ദ്രീകരിച്ചായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി, ഇതെല്ലാം ഗുജറാത്തിലേക്ക് പോകുന്നു പദ്ധതികൾ എന്നുള്ള പ്രാദേശിക വികാരവും നിൽക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ 48 സീറ്റിൽ 41 സീറ്റാണ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നത്. അതിൽ 23 സീറ്റ് എന്ന് പറയുന്നത് ബി ജെ പിക്കാണ്, 18 സീറ്റ് ശിവസേനയ്ക്കാണ്. അവിടെ AMIന് ഒരു സീറ്റുണ്ട്, ഒരു പിന്നെ കോൺഗ്രസിന് ഒരു സീറ്റുണ്ട്, അതേപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് സീറ്റുണ്ട്. പക്ഷേ ഈ 23 സീറ്റിൽ 10 സീറ്റ് പോകും എന്നുള്ളതാണ് പ്രശ്നം. അപ്പം എവിടെ നിന്നാണ് നിങ്ങളിത് ഗെയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. കർണാടകയിലേക്ക് വന്നാൽ 12 സീറ്റ് ഉറപ്പായിട്ടും പോകും. ഈ പ്രശാന്ത് കിഷോറിൻ്റെ കണക്കും ഈ യോഗേന്ദ്ര യാദവിൻ്റെ കണക്കും, ഈ സെഫോളജിസ്റ്റുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ 2 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. 2 ക്ലബ്ബാണ്. ഒന്ന് PK ക്ലബ്ബ്, പ്രശാന്ത് കിഷോർ ക്ലബ്ബ്. 2 YY ക്ലബ്ബ്, യോഗേന്ദ്ര യാദവ് ക്ലബ്ബ്. പരത്തി പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത് 303 നിന്ന് കൂടാനാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, ദർ ഇസ് നോ ആങ്കർ അഗെയിൻസ്റ്റ് മോഡി. ആ മോഡിക്കെതിരായിട്ടൊരു ദേഷ്യമില്ല. 2, മറ്റൊരു സർക്കാരിനെ അധികാരത്തിലേറ്റാനുള്ളൊരു എന്തൂസിയാസം വോട്ടേഴ്സ് കാണിക്കുന്നില്ല. അതുകൊണ്ട് ബി ജെ പിയുടെ ടാലി ഇമ്പ്രൂവ് ചെയ്യും. ഓരോ ഗ്രൗണ്ട് സ്റ്റഡിയും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, പ്രശാന്ത് കിഷോർ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, എൻ്റെ AC മുറിയിലിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, BJP വിൽ ഇംപ്രൂവ്. അതേസമയം യോഗേന്ദ്ര യാദവ് പറയുന്നത് BJP താഴത്തേക്ക് പോരുമെന്നാണ്. ഇതിനകത്തൊരു തമാശ, പ്രശാന്ത് കിഷോർ പറയുന്നത് 50ഓളം സീറ്റുകൾ നോർത്ത് ഇന്ത്യയിൽ പോകുന്നതാണ്, നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ പോകും. അതായത് ഇപ്പോൾ ഗുജറാത്ത് മുതൽ ഉത്തർപ്രദേശ് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 50 സീറ്റ് പോകും. കറക്റ്റാണല്ലോ. മഹാരാഷ്ട്രയിൽ 10 പോകും, ബീഹാറിൽ 15 പോകും, 10 പോകും. ഈ രീതിയിൽ ഉത്തർപ്രദേശിൽ കുറയും, ഈ രീതിയിൽ കുറയും. പക്ഷേ അതിനെ മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? 50 സീറ്റ് കുറയുമെന്ന് പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട്. സൗത്തിലും ഈസ്റ്റിലും വർദ്ധിപ്പിക്കുമെന്നാണ്. സൗത്തിൽ എവിടെ വർദ്ധിപ്പിക്കാനാണ്? ആകെപ്പാടെ ഒറ്റ സ്ഥലത്തെ വർദ്ധിക്കുകയുള്ളൂ. എവിടെയാ? ആന്ധ്രാപ്രദേശ് മാത്രം. തെലങ്കാനയിലും വർദ്ധിക്കും, ചിലപ്പം വർദ്ധിക്കാം. 4ൽ നിന്ന് 5ഓ 6ഓ ആകാം. ശരി, പിന്നെ ഒരു 4-5 സീറ്റ് ആന്ധ്രാപ്രദേശിൽ നിന്ന് കിട്ടാം. പക്ഷേ ഈ ബാക്കിയുള്ള ഇപ്പോൾ കർണാടകയിൽ തൂത്തുവാരി തോറ്റു പോകാൻ പോവുകയാണ്. മാത്രമല്ല ഈസ്റ്റ് മേഖലയിൽ നിന്ന് എവിടെ നിന്നാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത്? വർദ്ധിപ്പിക്കണമെങ്കിൽ ബംഗാളിൽ നിന്ന് വർദ്ധിപ്പിക്കും. ബംഗാളിൽ 15 സീറ്റിലേക്ക് താഴാനാണ് പോകുന്നത്. ആ അർത്ഥത്തിൽ പ്രശാന്ത് കിഷോറിൻ്റെ കണക്കെന്ന് പറയുന്നത് അബ്സല്യൂട്ട് നോൺസെൻസ് ആണ്. അതേസമയം യോഗേന്ദ്ര യാദവാണ് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. അയാളാകട്ടെ രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മോദി ഉറപ്പിച്ചില്ല എന്ത് തന്നെയാണ്. യോഗേന്ദ്ര യാദവ് പറഞ്ഞൊരു വാചകത്തിൽ ഞാനത് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കാണുന്ന ഏറ്റവും രസകരമായ ഒരു കാര്യമായിട്ട് യോഗേന്ദ്ര യാദവ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വീടിന് തീയിടാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ പരസ്പരം അടിച്ചുകൊണ്ടിരുന്ന പല നിറങ്ങളിലുള്ള ബക്കറ്റുകളിൽ വെള്ളം കോരിക്കൊണ്ടിരുന്ന ആളുകൾ വെള്ളം കോരിക്കൊണ്ടുവന്ന തീ അണയ്ക്കാൻ വരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വീടിന് തീയിട്ട ഒരു കൂട്ടരും
ആ തീയണയ്ക്കാൻ വേണ്ടി വ്യത്യസ്ത നിറങ്ങളിലുള്ള ബക്കറ്റുകളിൽ വെള്ളം കോരിക്കൊണ്ട് പരസ്പരം അടിച്ചിരുന്ന ആളുകൾ ആ ബക്കറ്റിൽ വെള്ളം കോരിക്കൊണ്ട് വരുന്ന ഒരു മുന്നണിയും തമ്മിലുള്ള മത്സരമായിട്ടാണ് യോഗേന്ദ്ര യാദവ് അതിനെ കാണുന്നത്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു നെറേറ്റീവ് രൂപപ്പെട്ടിട്ടുണ്ട്, ഒരു മാറ്റം അനിവാര്യമാണെന്ന് അവർ കരുതുന്നുണ്ടാവാം. പക്ഷേ അത് ആൻറ്റി ഇൻകംബൻസിയുടെ പുറത്താകുന്നത് കൊണ്ടൊരു കോൾഡ് വേവ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒരേപോലെ ഉറപ്പിക്കുന്നത് മോദി ഉറപ്പിച്ചിട്ടില്ല എന്ന്. 3 പേരും പറയുന്നു മോദി ഉറപ്പിച്ചിട്ടില്ല. Meet the editors.